അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ മാമൻ്റെ സോനാ ഭട്ടൂര. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മാമന് സോനാ ഭട്ടൂരയുടെ കച്ചവടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ആ സാധനം. ഇത് ചോളത്തിൻ്റെ മാവ് കൊണ്ട് ഉണ്ടാക്കിയ ഭട്ടൂരയാണെന്നാണ് പറയണത്. വലിയ ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് പാക്കറ്റ് മാമ അങ്ങോട്ട് കയറ്റി വിട്ടാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഉമ്മാൻ്റെ സ്നേഹത്തിൽ ചാലിച്ചുണ്ടാക്കിയെടുത്ത ബീഫും. അപ്പം ഞങ്ങളെങ്ങനെയായാലും ഭട്ടൂര വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ എത്തിയ പാടനെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു, എണ്ണയിൽ വറുത്തെടുക്കാൻ തുടങ്ങി. ഒരു പാക്കറ്റിൽ 10 പീസ് ഉണ്ടാവും. ഏകദേശം ഒരു 3 ആൾക്ക് 4 ആൾക്ക്, കുറച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് 5 ആൾക്ക് വരെ സുഖമായിട്ടൊരു പാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിനെ 4 ആയിട്ട് നടുമുറിച്ചിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. ഏകദേശം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു പൂരിയുടെ ഒക്കെ കോലത്തിൽ തന്നെ. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ കുറ്റിയും പറിച്ചെടുത്തിട്ട് അവിടുന്നും ഇവിടുന്നും. അപ്പോൾ ഇല്ലാത്ത സ്നേഹമാണ് നമ്മളെ റൂമിൻ്റെ ചുറ്റോറുള്ള കൂട്ടുകാർക്ക് മൊത്തം. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ പൊരിച്ച് നിറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ പാത്രം എടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ മെയിൻ പണ്ടാരനെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞോനെ എന്ന് പറയാൻ, അവൻ ജോലി അന്വേഷിച്ച് വന്നതാണ്. ഇതാണ് നസറുദ്ദീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മാൻ്റെ സ്നേഹത്തിൽ ചാലിച്ചുണ്ടാക്കിയ ബീഫ് ഇട്ടാ. നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഭട്ടൂര ഒരു പാത്രത്തിൽ നിന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു പാത്രം കൂടി ഫുള്ളായത് നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ബീഫും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു പിടിയാ പിടിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ, കഴിക്കുക എന്നുള്ളത്. അതൊക്കെ ഒരു കഥയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്? ഹലോ